ഹലോ അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോകണേ, ഉമ്മച്ചിയുടെ വീട്ടിലേക്ക്. ഞാൻ മുന്നേ വീടൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നേരിട്ട് ബസ്സൊക്കെ ഉണ്ട് അവിടെ നിന്ന്. അപ്പം അതെ ഞാൻ പോകണ്ട. അപ്പം അതിൻ്റെ ഇടയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തൊട്ടാണ് കുറച്ച് വൈകി ബസ് വരാനൊക്കെ നേരമൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പം ഞങ്ങൾ പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ ഈ ഷാബിയും ബീവിത്തൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പോവാനൊക്കെ ഉണ്ടായിരുന്നു മൂന്നുടേക്ക്. അപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. അങ്ങനെ അപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പം ആണ് ഒരു പൂവ് കണ്ടത്. നല്ല ഭംഗിയുണ്ട്. അത് അവിടുത്തെ പൂവുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. പിന്നെ മുന്നൊക്കെ ഞാൻ ഈ റോഡൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റൊക്കെ അതൊന്നും കാണിച്ചപ്പോൾ ഞാൻ മൂന്നുകൂടെ ചെന്നപ്പോൾ ഇങ്ങനത്തെ ഒരു കട ഞാൻ ആദ്യമായിട്ട് കാണട്ടാ. ഇതുപോലത്തെ ഒജീബ എന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾ മാർക്കറ്റ്. നല്ല ഫ്രഷ് ഉണ്ട് അവിടുത്തെ പച്ചക്കറികളൊക്കെ. ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. കുന്നുകൂടി ഉണ്ട് അവിടെ. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല പെരുമാറ്റമൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയി ഇപ്പോൾ നല്ല പെരുമാറാനൊക്കെ നല്ല ആൾക്കാരായിരുന്നു സ്റ്റാഫുകളാണ്. അപ്പം ഇഷ്ടംമാതിരി പച്ചക്കറികളുണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാനപ്പോൾ ജസ്റ്റ് പോയപ്പോൾ നിനക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ. കണ്ട സവാളയും ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കാനും ഒക്കെ പറ്റും കേട്ടോ അവിടെ ഇഷ്ടമുള്ളതൊക്കെ. അങ്ങനെ അപ്പം കയറിയപ്പം ഞാൻ എടുത്തതാണ്. ഇതൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോൾ തൃശ്ശൂർ മാർക്കറ്റൊക്കെ എനിക്ക് ഓർമ്മ വന്നത് ആ സമയത്തൊക്കെ. അപ്പം എന്തൊട്ടാണ് അങ്ങനെ ഞാൻ എൻ്റെ കൂടെ അവളും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഐഷാബി. അപ്പം ഞങ്ങൾ ഇങ്ങനെ അവരോട് ചോദിച്ചിട്ടൊക്കെ എടുത്ത്. അപ്പം നല്ല ഞാൻ പറഞ്ഞ സ്റ്റാഫൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ച്. പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോവാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ പുറത്ത് വീണ്ടും നല്ല മഴ ഉണ്ടായി. ഇടയ്ക്ക് ഇങ്ങനെ ഇടവിട്ട് മഴയൊക്കെ പെയ്യുക. അങ്ങനെ അപ്പം ഇത് കോളിഫ്ലവറൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പോയപ്പോൾ ചന്ദ്രാപ്പിഞ്ഞിയും കൂടെ ചന്ദ്രാപ്പിഞ്ഞിനെല്ലാം ഇറങ്ങേണ്ടത്. അപ്പോൾ കൊപ്രക്കളത്ത് ഇറക്കിയവർ. ചന്ദ്രാപ്പിഞ്ഞിലെന്തോ റോഡ് പണി അടക്കണം. അപ്പം എന്ത് ഭംഗിയും അവിടുത്തെ റോഡൊക്കെ നല്ല ഭംഗിയായിട്ട്. അപ്പുറത്താണ് രസം. ഞങ്ങൾ അപ്പുറത്ത് കൂടെ അങ്ങനെ അവർ പോവാൻ പറ്റുള്ളൂ. ഇതേ കൂടെ പോവാൻ പറ്റൂല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാനവളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ചായപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഇത്തിരി നടക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടക്കണേ. ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നടന്ന്. പിന്നെ ലൈസൊക്കെ മേടിച്ച്. അതൊന്നും കാണിച്ചില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ചന്ദ്രാപ്പിഞ്ഞിൽ ഇറങ്ങി. ഞങ്ങൾക്ക് കൃഷിഭവനിൽ കയറേണ്ട കാര്യം ഉണ്ടായിരുന്നു. വിത്തൊക്കെ മേടിക്കാനൊക്കെ പോയി. അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും കേട്ടോ. നാളെ വീണ്ടും കാണാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഏതൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയണം കേട്ടോ. അപ്പം നാളെ കാണാം. ബൈ ബൈ.